വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ഫ്രണ്ട് ആപ്പ് എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച ഒരു കുട്ടിയുടെ ദുരവസ്ഥ യൂട്യൂബിൽ പങ്കുവച്ചത് മുതലുള്ള പ്രശ്നങ്ങളാണ്. പല പ്രമുഖ യൂട്യൂബേഴ്സും ഈ ഫ്രണ്ട് ആപ്പിനെ വലിയ രീതിയിൽ പ്രമോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സാണ് തനിമലയാളിയും ജാസ്മിൻ ജാഫറും. ഫ്രണ്ട് ആപ്പിൻ്റെ മോശം വശങ്ങളെക്കുറിച്ച് വീഡിയോ വന്നപ്പോൾ പല റിയാക്ഷൻ ചാനലുകളും ഈ ചാനലിൻ്റെ മോശം വശത്തെക്കുറിച്ചും ഇത് പ്രമോട്ട് ചെയ്ത യൂട്യൂബേഴ്സിനെ പറ്റിയും വീഡിയോ ചെയ്യാൻ തുടങ്ങി. തനിമലയാളി ഉൾപ്പെടെ പല യൂട്യൂബേഴ്സും ഇതിൻ്റെ റിപ്ലൈ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നുവെന്നും സാധാരണ ഒരു ആപ്പ് എന്ന രീതിയിലുമാണ് ഇത് പ്രമോട്ട് ചെയ്തതെന്നാണ്. മൂപ്പൻസ് വ്ലോഗാണ് ആദ്യമായി ഇവരെപ്പറ്റി റിയാക്ഷൻ വീഡിയോയിൽ പറയുന്നത്. പിന്നീട് സീക്രട്ട് ഏജൻറ്റും ഇത് പ്രമോട്ട് ചെയ്തവരെപ്പറ്റിയും ഈ ആപ്പിനെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്ന സീക്രട്ട് ഏജൻറ്റ് ഒരു തണുപ്പൻ രീതിയിലാണ് ഈ ഫ്രണ്ട് ആപ്പിനെ പറ്റിയും ഇത് റിയാക്ഷൻ ചെയ്തവരെ പറ്റിയും പറയുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സീക്രട്ട് ഏജൻറ്റും ജാസ്മിൻ ജാഫറും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജാസ്മിൻ ജാഫർ ഈ ഫ്രണ്ട് ആപ്പ് പ്രമോട്ട് ചെയ്തത് കൊണ്ടാണോ സീക്രട്ട് ഏജൻറ്റ് വളരെ തണുപ്പൻ മയത്തിൽ ഇത് പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്തതെന്നാണ് പലരും ചോദിക്കുന്നത്. സീക്രട്ട് ഏജൻറ്റിൻ്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ കാണുന്നതെന്നും ജാസ്മിൻ ഫ്രണ്ടായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഡേറ്റിംഗ് ആപ്പായ ഫ്രണ്ട് ആപ്പിനെ പറ്റി മോശം രീതിയിലും അത് പ്രമോട്ട് ചെയ്തവരെ പറ്റിയും കുറ്റം പറയാതെയും റിയാക്ഷൻ വീഡിയോ സീക്രട്ട് ഏജൻറ്റ് ചെയ്തതെന്നും സമൂഹത്തിൽ നടക്കുന്ന മറ്റുള്ള തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നും പലരും കമൻറ്റിലൂടെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആപ്പിനെ പറ്റിയുള്ള മോശം കാര്യങ്ങൾ പുറത്തു വന്ന് മിക്ക റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്തതിനു ശേഷമാണ് സീക്രട്ട് ഏജൻറ്റ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനൊരു വീഡിയോ വൈകിയപ്പോഴും പലരും ജാസ്മിൻ അതിൽ ഉൾപ്പെട്ടത് കൊണ്ടാണോ വീഡിയോ ചെയ്യാത്തതെന്നും ചോദിച്ചിരുന്നു.